ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഫൈഹാസ് മീഡിയയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് കേക്ക് റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇത് അപ്സൈഡ് ഡൗൺ മെത്തേഡിലാണ് ഞാൻ ഈ കേക്ക് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ കണ്ടില്ലേ, അത് മുകളിൽ ഇങ്ങനെ ഒരു ലെയറായിട്ട് ഓറഞ്ചിൻ്റെ സ്ലൈസസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ വരുന്ന രീതിയിലാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്, നല്ല ഓറഞ്ചിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഫ്ലേവേഴ്സ് ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. അതല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഓറഞ്ചിൻ്റെ ഫ്ലേവർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഓറഞ്ച് കേക്കിൻ്റെ മിക്സ് തയ്യാറാക്കിയെടുക്കാം. അതിനൊക്കെ ഏറ്റവും മുന്നേ നമ്മൾ ചെയ്തെടുക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ബേക്കിംഗ് ടിന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ആദ്യം നമ്മൾ എപ്പോഴും കേക്ക് മിക്സ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്തെടുക്കേണ്ടത് കേക്ക് ടിന്ന് തയ്യാറാക്കിയെടുക്കലാണ്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഉള്ളൊരു പാത്രത്തിൽ ഞാനിങ്ങനെ ബട്ടർ പേപ്പർ വെച്ചിട്ട് സൈഡിലും വെച്ചിട്ടുണ്ട്, അടിയിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ആദ്യം കേക്ക് ടിൻ ഒന്ന് തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് കേക്ക് ടിൻ തന്നെ വേണമെന്നൊന്നുമില്ല. ഇതുപോലത്തെ പാത്രമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, സ്റ്റീലിൻ്റെ ഒക്കെ ഒരു പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലും നമുക്ക് നന്നായിട്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ ഓവനിലൊന്നല്ല ഇത് ചെയ്യുന്നത്, കുക്കർ വെച്ചിട്ട് സാധാ കുക്കറിൽ അതിലാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ നമുക്കിനി കേക്കിൻ്റെ മിക്സ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കാം. അതിന് വേണ്ടി ഒരു അരിപ്പ് വെച്ചിട്ട് ഞാനൊരു 1.5 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. ഒന്നര കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂണ് ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിതോടെ ഇങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ കട്ടകളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലൊരു സ്പാച്ചുല വെച്ചിട്ട് നമുക്കൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി വേറൊരു ബൗളിൽ നമുക്ക് ഇതിൻ്റെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് തൈര്, നല്ല കട്ടായിട്ടുള്ള തൈരാണ്, ഇതൊരു 1/2 കപ്പ്. പിന്നെ അതുപോലെ തന്നെ ഒരു കപ്പ് ഷുഗർ പൗഡർ. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലത്തെ ഒരു ഹാൻഡ് വിസ്കർ ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമുക്ക് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനത്തെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ ഒരു 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസാണ് ആഡ് ചെയ്യുന്നത്. 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഒരു 3 ടേബിൾ സ്പൂണോളം ഓറഞ്ചിൻ്റെ സെസ്റ്റ് ഉണ്ടാവും, അതും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യരുത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ഈ ഓറഞ്ച് ജ്യൂസും ഇതിൻ്റെ സെസ്റ്റും ഒക്കെ വന്നുകൊണ്ട് തന്നെ ഈ ഒരു ബാറ്ററിന് നല്ല ഫ്ലേവർ ഉണ്ടാവും, ഓറഞ്ചിൻ്റെ ഫ്ലേവർ ഉണ്ടാവും. നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഓറഞ്ചിൻ്റെ ഫ്ലേവർ ഒന്നും നമുക്ക് ഇതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ബേക്കായി വരുമ്പോൾ നമുക്ക് ഓറഞ്ചിൻ്റെ നല്ല ഫ്ലേവർ കിട്ടും.
ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ് കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഈ മൈദ ബേക്കിംഗ് പൗഡറൊക്കെ ഉള്ള മിക്സ് നമുക്കൊന്ന് കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും ഒരേ സൈഡിലേക്ക് തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വേഗം കട്ട പിടിച്ച് പോകും. അപ്പോൾ നമ്മൾ ഒരു സൈഡിലേക്ക് തന്നെ എപ്പോഴും മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ആദ്യം ഇട്ടത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത മിക്സ് ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു 3 സെക്ഷനായിട്ടാണ് ഞാനിതിൽ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിതൊരു 3 ബാച്ചായിട്ടാണ് ഞാനിത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് ഇതിൽ ബാക്കിയുള്ള ഈ പൗഡറും കൂടെ നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കേക്ക് മിക്സ് ചെയ്തെടുക്കുന്നതിലാണ് നമുക്ക് ഇതിൻ്റെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് ബേക്കായി വരുള്ളൂ, നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഞാൻ ഓറഞ്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്കിത് ഒഴിവാക്കാം. ഞാനിപ്പോൾ ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്, ഫോട്ടോയ്ക്ക് ഒരു ഭംഗി വരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഈ ഒരു ഫുഡ് കളർ ആഡ് ചെയ്യണത്. നിങ്ങൾക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജ് നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പോൾ നമ്മുടെ ഓറഞ്ച് ഫുഡ് കളർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ബ്ലാക്ക് റൈസിൻസും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഒരു 4 ആൽമണ്ട് 4 കാഷ്നട്ടും കൂടി ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അധികം ഓവർ മിക്സ് ആക്കാൻ പാടില്ല. ഈ മൈദ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അധികം അങ്ങനെ മിക്സ് ആക്കി എടുക്കണ്ട. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ബേക്കിംഗ് ട്രേയിൽ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓറഞ്ച് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും ഈ കേക്കിൻ്റെ മിക്സും കൂടിയിട്ട് നമുക്ക് ഈ ബേക്കിംഗ് ട്രേയിൽ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ കേക്ക് ടിന്നിൽ ഞാൻ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഓറഞ്ചിൻ്റെ സ്ലൈസസ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിന് മുകളിലാണ് ഞാൻ ഈ ബാറ്റർ ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഓരോ പീസായിട്ട് നമുക്ക് ഇതിൻ്റെ ഇങ്ങനെ വെച്ചിട്ടെടുക്കണം. അപ്പോൾ ഞാനിതുപോലെ ഓറഞ്ചിൻ്റെ സ്ലൈസ് അടിയിൽ ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ലെയറായിട്ട് ഇങ്ങനെ ഒരൊറ്റ ലെയർ ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഈ കേക്കിൻ്റെ മിക്സ് ഞാൻ ഈ ബാറ്റർ ഒഴിക്കുന്നു. അപ്പോൾ ഞാൻ ഈ കേക്കിൻ്റെ മിക്സ് ഞാൻ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനിതിന് മുന്നേ തന്നെ ഞാൻ ഒരു 5 മിനിറ്റ് മുന്നേ ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്ന കുക്കർ ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് മിക്സ് ഇതിലേക്ക് കേക്ക് ടിന്നിലേക്ക് മാറ്റി ഉടനെ തന്നെ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാനിതിവിടെ കേക്ക് ടിന്നിലേക്ക് ബാറ്റർ മാറ്റിയിട്ടുണ്ട്. ഞാനൊരു 5 മിനിറ്റ് മുന്നേ ഞാൻ കുക്കർ ബേക്ക് ചെയ്യുന്ന കുക്കർ ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് ഈ കേക്ക് ടിൻ ഇറക്കി വെക്കാം. അപ്പോൾ നമുക്കിതൊരു പ്രീഹീറ്റ് ചെയ്ത കുക്കറിൽ വെച്ചിട്ട് നമുക്കിത് ഒരു 35-40 മിനിറ്റ് നമുക്ക് വെച്ചിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ ഈ കുക്കർ ഇവിടെ ഒരു 5 മിനിറ്റ് ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഇതിൻ്റെ അടിയിൽ കുറച്ച് ഉപ്പ് നിരത്തിയിട്ട് അതിന് മുകളിൽ ഇങ്ങനത്തെ ഒരു സ്റ്റീലിൻ്റെ ഒരു തട്ട് വെച്ചിട്ടാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ഈ ഒരു തട്ടിന് പകരം നിങ്ങൾക്ക് വല്ല സ്റ്റീലിൻ്റെ എന്തെങ്കിലും ഒരു പാത്രത്തിൻ്റെ അടക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് ഇത് പ്രീഹീറ്റ് ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ കേക്ക് ടിൻ ഇറക്കി വെക്കാൻ പോവാണ്.
ഇനി നമുക്കിത് ക്ലോസ് ചെയ്ത് വെക്കാം. വിസിലിടാതെ തന്നെ ഞാനിത് ബേക്ക് ചെയ്തെടുക്കണം. അതെപ്പോഴും ശ്രദ്ധിക്കണം. വിസിൽ ഊരി വെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ ഇതൊരു 5 മിനിറ്റ് ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ഞാൻ കുക്ക് ചെയ്തതിന് ശേഷം അതിന് ശേഷം ഞാൻ ലോ ഫ്ലെയിമിലാണ് ഞാൻ ബാക്കി ടൈം ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതൊരു 40-45 മിനിറ്റിനുള്ളിൽ നമുക്കിത് ബേക്കായി കിട്ടും. അപ്പോൾ നമുക്ക് അത് വരെക്കും വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇപ്പോൾ ഒരു 45 മിനിറ്റ് ആയിട്ടുണ്ട് ഇത് വെച്ചിട്ട്. അപ്പോൾ നമുക്കിത് എന്തായെന്നൊന്ന് നോക്കാം. ഇപ്പോൾ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് കേക്ക്. നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. നമുക്കൊരു പാത്രം ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഇത് നല്ല പെട്ടെന്ന് തന്നെ നമുക്കിപ്പോൾ ഇത് റിമൂവ് ചെയ്താൻ പറ്റി. നമുക്ക് ഈ ബട്ടർ പേപ്പർ മാറ്റാം. കേട്ടോ, നല്ല കളറിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇപ്പോൾ ഇത് ബേക്കായി വന്നിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഇതുപോലെ സ്ലൈസ് ആക്കിയിട്ട് വെച്ചിട്ടുള്ളത്. നല്ല സോഫ്റ്റാണ് ഈ കേക്ക്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതിൽ ഞാൻ ഒരു ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഹോൾസ് ആക്കി കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട്. ഇത് ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് ബാക്കി വന്നിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ട്, നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഷുഗർ സിറപ്പ് ഞാൻ ഇതിലോട്ട് ഇങ്ങനെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നല്ല കേക്ക് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. പിന്നെ ആ ഓറഞ്ചിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് അതിൽ പിടിക്കും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.